അവർക്കൊരാളെ കിട്ടുമ്പോൾ അവർ പോവും. അപ്പോൾ പിന്നെ നമുക്ക് ഫീൽ ആവില്ലേ? ആദ്യത്തെ ആർക്ക് വേണ്ടിയാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്? ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട്. ഒരുപാട് നാൾ ഒരുമിച്ച് കൂടെ നടന്നൊരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. പണ്ടോട്ട് ഒരുമിച്ചായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ വേറൊരാൾ ലൈഫിലോട്ട് വന്നപ്പോൾ അവൾക്ക് വന്ന ചില മാറ്റങ്ങളുണ്ട്. ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് എന്താണ് പഠിച്ചത്? ആരെയും അങ്ങനെ കൂടുതൽ അറ്റാച്ച്മെന്റ് അത്രയും പാടില്ല. നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഫ്രണ്ട്സ് ആണ്, പക്ഷെ അത്രയും ക്ലോസ് ആവരുത്. അപ്പോൾ അവർ പോകുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ആവും. ലൈഫിൽ അതുകൊണ്ട് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? അധികം ഞാൻ ആരോടും അധികം കൂട്ടുകൂടാറില്ല. ഭയങ്കര ക്ലോസ് ആവില്ല. കൂട്ടുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, പക്ഷെ അധികം ക്ലോസ് ആവരുത്. ക്ലോസ് ആകുമ്പോൾ അവർക്കൊരാളെ കിട്ടുമ്പോൾ അവർ പോവും. അപ്പോൾ പിന്നെ നമുക്ക് ഫീൽ ആവില്ലേ? ആ ആൾക്ക് വേണ്ടിയാണ് അപ്പൊ ലൈഫിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് അല്ലേ? ആണ്. അവർക്ക് നമ്മൾ ആരും അല്ലെന്ന് തോന്നിയപ്പോൾ മേ ബി ആ ഒരു പേഴ്സൺ ഇനി തിരിച്ചു ലൈഫിലോട്ട് വീണ്ടും വന്നാ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? തിരിച്ചു വരത്തില്ല. കാരണം അവർക്ക് അവരുടേതായ കുറച്ച് ആൾക്കാരെ കിട്ടിയപ്പോൾ അവരങ്ങോട്ട് പോയല്ലോ. ഇനി അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ.